രാജമാണിക്യം കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും ഭൂമി വെറുതെ കിടക്കുകയാണ്. ആ ഭൂമി ഈ ഈ പിന്നാക്കക്കാർക്കും ആദിവാസികൾക്കും നൽകാനുള്ള ഒരു നിയമം ഉണ്ടാക്കും എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഈ യാത്രയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ കണ്ട് ആളുകളെ കണ്ട് പരിശോധിച്ച ശേഷം നടത്തിയ കോൺക്ലേവുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് ഈ പറയുന്ന 5 ഗ്യാരണ്ടിയിൽ ഊന്നിക്കൊണ്ട് തുടങ്ങുന്നുവെങ്കിലും അതിനോട് ചേർന്ന് വെക്കാവുന്ന ബാക്കി കാര്യങ്ങൾ. അതിൽ പറയുന്ന ഒരു കാര്യം മാത്രം, ഈ ആചാര സംരക്ഷണത്തിനൊരു നിയമം എന്ന് പറയുന്നത്, ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനൊരു നിയമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഭൂരിപക്ഷ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയമായ ഒരു പ്രതികരണമായിട്ട് എനിക്ക് തോന്നിയത് മാത്രമാണ്. ബാക്കിയെല്ലാം ഈ അടിസ്ഥാന വർഗ്ഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയിട്ടില്ലെങ്കിലും ഈ പരിശോധന, ഈ LDF നടത്തുന്ന ഒരു പരിശോധന, അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ അതിനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രൂപത്തിലാണോ അതിന് പേരിടേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ഇത്രയും നടപ്പാക്കി എന്ന് പറയുന്നതിൽ പലതും നടപ്പായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശബരിമല മാസ്റ്റർ പ്ലാൻ LDF വാഗ്ദാനം. അതെ, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ 3000 രൂപ ക്ഷേമ പെൻഷനിൽ 2 കൂട്ടരും ഒരുപോലെ തന്നെ പറയുന്നു. അപ്പോഴും 2500 ആയിരുന്നു വാഗ്ദാനം, നടപ്പാക്കാതെയാണ് ഈ 3000ത്തിലേക്ക് കടന്നത് എന്നൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വമ്പൻ വാഗ്ദാനങ്ങളാണ്. എത്രത്തോളം നടപ്പാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.